ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ 65 ലക്ഷം പേർ. ഇപ്പോഴിതാ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ബീഹാറിൽ SIR ഡ്രാഫ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ വിശദാംശങ്ങൾ ഓഗസ്റ്റ് 9-നകം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനെതിരെ ഇന്ത്യ മുന്നണിയിലെ ഒരൊറ്റ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പ് തേള് പഴുതാര പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ 65 പേരും അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയവരാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്തായാലും ഈ 65 ലക്ഷം വോട്ടർമാരുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും NGO അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സമർപ്പിക്കാനും ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഉജ്വൽ ഭൂയാൻ, ജസ്റ്റിസ് N കോതീശ്വർ സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയിലെ പ്രത്യേക ആഴത്തിലുള്ള അവലോകനം നടത്തണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജൂൺ 24 ശുപാർശയെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തവരുടെ വിശദാംശങ്ങൾ അവർ മരിച്ചു, ഒളിച്ചോടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ അവരുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണം എന്നിവ നൽകണമെന്ന് ഇപ്പോൾ ADR ഹർജിയിൽ പറയുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇവരുടെ പേര് നീക്കം ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ടുള്ള കാരണം ലഭിക്കണം. എന്തായാലും പേരുകൾ നീക്കം ചെയ്തതിൻ്റെ കാരണം കാണിക്കണമെന്ന് ADRന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. പോരാത്തതിന് ഇതൊരു കരട് പട്ടിക മാത്രമാണ്. നീക്കം ചെയ്ത വോട്ടർമാരുടെ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ടെന്നാൽ കാരണം നൽകിയിട്ടില്ല. കൂടാതെ വോട്ടെണ്ണൽ ഫോം പൂരിപ്പിച്ച 75% വോട്ടർമാരും 11 രേഖകളും പട്ടികയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു അനുബന്ധ രേഖയും സമർപ്പിച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൂത്ത് ലെവൽ ഓഫീസറുടെ ശുപാർശ പ്രകാരമാണ് അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ബെഞ്ച് ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ബാധിക്കപ്പെട്ട എല്ലാ വോട്ടർമാരെയും ഞങ്ങൾ ബന്ധപ്പെടുകയും ആവശ്യമായ വിവരങ്ങൾ നേടുകയും ചെയ്യും. നിങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശനിയാഴ്ചക്കകം മറുപടി സമർപ്പിക്കുക. തുടർന്ന് എന്താണ് പ്രഖ്യാപിച്ചതെന്നും എന്താണ് പ്രഖ്യാപിച്ചിട്ടില്ലെന്നും നമുക്ക് നോക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോട് ബെഞ്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂൺ 24 ഉത്തരവിനെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ഓഗസ്റ്റ് 12 വാദം കേൾക്കൽ ആരംഭിക്കും. NGOകൾക്ക് അന്ന് തന്നെ ഇക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്ത വാദം കേൾക്കൽ ഓഗസ്റ്റ് 12 ഇതിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.